മുക്കാട്ടുകര നായരങ്ങാടിയിൽ വീട്ടിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 പവൻ സ്വർണം കവർന്നു. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചരിഞ്ഞു. മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. പെരിങ്ങൽകുത്ത് വാച്ചുമരം ആദിവാസി കോളനിയിൽ നിന്നും കാണാതായ വയോധികയ്ക്കായി തിരച്ചിൽ 6ാം ദിവസവും തുടരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിറക് ശേഖരിക്കുന്നതിനായി വയോധിക ഉൾക്കാട്ടിലേക്ക് പോയത്. ഐന്തോളിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വടൂക്കര സ്വദേശി സിയാദാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് നിയന്ത്രണം വിട്ട് കാറിടിച്ച് ആശുപത്രിയുടെ പ്രവേശന കവാടം തകർന്നു. തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി നാളെ ആഘോഷിക്കും. താലപ്പൊലിയോടനുബന്ധിച്ചുള്ള കാഴ്ചക്കളിയും ചമയപ്രദർശനവും ഇന്ന്. ദേശീയപാത കുതിരാനിൽ 42 ഗ്രാം MDMA-യുമായി യുവാവിനെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും PG പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പൂത്തോൾ സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മുക്കാട്ടുകര നായരങ്ങാടിയിൽ വീട്ടിൽ മോഷണം. പറപ്പള്ളി വീട്ടിൽ സണ്ണിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കിടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 പവൻ സ്വർണം കവർന്നു. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത്. മുണ്ടൂരിലുള്ള ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം രാത്രി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. വീടിന്റെ മുൻവാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മണ്ണുത്തി പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഞങ്ങൾ ഇന്നലെ ഉച്ചതിരിഞ്ഞിട്ട് ഒരു 3 മണിയോട് കൂടെയാണ് അമ്മയുടെ അനിയൻ മരിച്ചിട്ട് മുണ്ടൂർക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 12:45 ഒരു 1 മണിയാവാൻ 10 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞങ്ങൾ രാത്രി തിരിച്ച് എത്തിയത്. ആ എത്തിയ സമയത്ത് ഇവിടുന്ന് ഒരാൾ ഓടുന്നൊരു സൗണ്ട് കേട്ടായിരുന്നു. പക്ഷെ അത് കാര്യമായിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞ് വന്ന് കീ ഇട്ട് ഡോറ് ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോഴാണ് നമുക്ക് ഉള്ളിൽ കുറ്റിയിട്ടതായിട്ട് കാണാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ മുന്നിലുള്ള വീട്ടിലെ ചേട്ടനെയൊക്കെ വിളിച്ചു. അങ്ങനെ പിന്നെ വീടിന് ചുറ്റും ഞങ്ങൾ കവർ ചെയ്ത് നോക്കിയപ്പോൾ ബാക്കിലെ വാതിൽ ഓപ്പൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. അങ്ങനെ ഫുള്ള് സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു 6 പവനോളം ഞങ്ങളുടെ നഷ്ടപ്പെട്ടതായിട്ട് കണ്ടത്. പിന്നെ ഫുള്ള് ഇങ്ങനെ വലിച്ചു വാരിയിട്ട് ഫ്രണ്ടിലെ ഡോറൊക്കെ ഇങ്ങനെ കുത്തി പൊളിച്ചിട്ടേക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചരിഞ്ഞു. 44 വയസ്സുള്ള കൊമ്പനെ ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ തെക്കേപ്പറമ്പിലെ കെട്ടുംതറയിലായിരുന്നു അന്ത്യം. കോഴിക്കോട് സാമൂതിരി രാജ 1986 സെപ്റ്റംബർ 8-നാണ് മുകുന്ദനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത്. 2006 മുതൽ ഇടത്തെ പിൻകാൽ മടങ്ങാത്ത അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് മുകുന്ദനെ ആനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. ആനത്താവളത്തിനകത്ത് സ്ഥിരമായി നടത്തിക്കാറുണ്ട്. 2 ആഴ്ച മുൻപ് തളർന്നു വീണ കൊമ്പനെ ക്രെയിൻ ഉപയോഗിച്ചാണ് എഴുന്നേൽപ്പിച്ചത്. ഇതിനുശേഷം തീർത്തും അവശനായിരുന്നു. ജഡം ഇന്ന് വൈകിട്ട് കോടനാട് വനത്തിൽ സംസ്കരിക്കും. മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. പെരിങ്ങൽകുത്ത് വാച്ചുമരം ആദിവാസി കോളനിയിൽ നിന്നും കാണാതായ വയോധികയെ കണ്ടെത്താനായില്ല. വനപാലകരും പോലീസും ആദിവാസികളും ചേർന്ന് നടത്തുന്ന തിരച്ചിൽ 6ാം ദിവസവും തുടരുകയാണ്. തൃശൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അമ്മിണി വിറക് ശേഖരിക്കുന്നതിനായി ഉൾക്കാട്ടിലേക്ക് പോയത്. തിരച്ചിൽ 6ാം ദിവസത്തിലേക്ക് കടന്നതോടെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് തീരുമാനിക്കും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. തൃശൂർ വടൂക്കര SN നഗർ മാങ്ങാട്ടുപറമ്പിൽ സർദാർ ഷമീല ദമ്പതികളുടെ മകൻ 18 വയസ്സുള്ള സിയാദാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി അയ്യന്തോൾ ചുങ്കത്തിന് സമീപം വെച്ചായിരുന്നു അപകടം. സിയാദ ഓടിച്ചിരുന്ന ബൈക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ സിയാദ പടിഞ്ഞാറേക്കോട്ട വെസ്റ്റ്വോട്ട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. അയ്യന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായിരുന്നു സിയാദ. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച ആശുപത്രിയുടെ പ്രവേശന കവാടം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പടിഞ്ഞാറെ വെമ്പല് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത്. അഴീക്കോട് ചാമക്കാല റോഡിലൂടെ പോകുകയായിരുന്ന കാർ ടയർ പൊട്ടി നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് ആശുപത്രി കവാടത്തിൽ ചെന്നിടിക്കുകയായിരുന്നു. പ്രസിദ്ധമായ തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവം നാളെ ആഘോഷിക്കും. മഹോത്സവം വർണ്ണാഭമാക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ദേശങ്ങൾ. പടിഞ്ഞാറ്റുമുറി, കിഴക്കുമുറി, പാമ്പാടി എന്നീ ദേശങ്ങളിൽ നിന്നും ഗജവീരന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിലാണ് കാവിലേക്ക് എത്തുക. പടിഞ്ഞാറ്റുമുറി ദേശം വടക്കേ കൂട്ടാല ദേവീക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിക്കും. കൊമ്പൻ പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റും. മല്ലിച്ചിറ അയ്യപ്പൻകാവിൽ നിന്നാണ് കിഴക്കുമുറി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് തുടങ്ങുക. കൊമ്പൻ ഊക്കൻസ് കുഞ്ചു തിടമ്പേറ്റും. പാമ്പാടി ദേശം മന്ദം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. എഴുന്നള്ളിപ്പിന് ശേഷം രാത്രി 8 തുടർന്ന് പുലർച്ചെയും ദേശക്കാരുടെ കരിമരുന്ന് വിസ്മയം ഉണ്ടാകും. രാവിലെ കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷമാണ് താലപ്പൊലി മഹോത്സവത്തിന് സമാപനം കുറിക്കുന്നത്. ഇന്ന് വൈകിട്ട് പൂതൻ കളിയും ചമയ പ്രദർശനവും റോഡ് ഷോയും ഉണ്ടാകും.
ദേശീയപാത കുതിരാനിൽ 42 ഗ്രാം MDMA-യുമായി യുവാവിനെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും PG പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പൂത്തോൾ സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടെ ബസ്സിൽ നിന്നാണ് യുവാവിനെ പിടികൂടിയത്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറില്ലാത്തത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കും. 2 മാസത്തോളമായി ഉച്ചയ്ക്ക് ശേഷമുള്ള ഡോക്ടറുടെ സേവനം നിലച്ചിട്ട്. നിലവിലുണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ വിദേശത്തേക്ക് പോയതാണ് ചികിത്സ നിർത്തിവെക്കാൻ കാരണം. ഡോക്ടർ പോകുന്നതിനെക്കുറിച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആശുപത്രി അധികാരികളെ അറിയിച്ചിരുന്നു. എന്നാൽ പകരം മറ്റൊരു ഡോക്ടറെ കണ്ടെത്തി നിയമിക്കാൻ അധികൃതർക്ക് ആയിട്ടില്ല. NRHMന്റെ കീഴിലാണ് ഡോക്ടറെ നിയമിച്ചിരുന്നത്. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവർക്ക് വേതനം നൽകുന്നത്. എന്നാൽ ഫണ്ട് ലഭിക്കാത്തതിനാൽ മാസങ്ങളോളമായി NRHM ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വേതനം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഇതും ഡോക്ടറെ നിയമിക്കുന്നതിന് തടസ്സമാകുന്നതായി പറയുന്നു. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ എന്നീ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി ദിവസവും 500-ലധികം രോഗികൾ ഇവിടെ ചികിത്സ തേടി എത്തുന്നുണ്ട്. മഴക്കാലമായാൽ രോഗികളുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. ആശുപത്രിയുടെ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ നിയമിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. TCV, എരുമപ്പെട്ടി. സഭയും സമുദായവും നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ കത്തോലിക്ക കോൺഗ്രസ് ശാക്തീകരിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ടോണി നീലങ്കാവിൽ അഭിപ്രായപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസിന്റെ 106ാം ജന്മദിനാഘോഷങ്ങൾ നടക്കുന്ന അരുവിത്തുറയിലേക്കുള്ള പതാക പ്രയാണം തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ജോഷി വടക്കൻ, ഗ്ലോബൽ ട്രഷറർ ജോബി കാക്കശ്ശേരി എന്നിവർക്ക് പതാക കൈമാറി ബിഷപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തു, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ജനറൽ സെക്രട്ടറി NP ജാക്സൺ, റോണി അഗസ്റ്റിൻ, ഗ്ലോബൽ സെക്രട്ടറി ജേക്കബ് ചാക്കത്തറ തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച 10,000 പങ്കെടുക്കുന്ന റാലിയും പൊതുസമ്മേളനവും നടക്കും. സമ്മേളനം പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും. JSS സ്ഥാപക നേതാവ് KR ഗൌരിയമ്മയുടെ 3ാം സ്മൃതി ദിനം ആചരിച്ചു. ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജൌഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച സ്മൃതി ദിനാചരണം ജനാധിപത്യ സംരക്ഷണ സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജീവ് സോമരാജ് ഉദ്ഘാടനം ചെയ്തു. KN പുഷ്പാങ്കദൻ, KR ഗിരിജൻ, RSP ജില്ലാ സെക്രട്ടറി ജോസി തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപീടികയിൽ ഗൃഹനാഥനെ കരുതൽ തടങ്കലിലാക്കി വീട് ജപ്തി ചെയ്തു. ആത്മഹത്യാശ്രമം നടത്തിയ കുടുംബത്തെ വാതിൽ തകർത്ത് പുറത്തെത്തിച്ച പോലീസ് പുത്തൻപീടിക ചക്കിത്തറ വീട്ടിൽ സുരേഷ് കുടുംബസമേതം താമസിച്ചിരുന്ന വീടാണ് ബാങ്ക് ജപ്തി ചെയ്തത്. ബാങ്കുകാർ ജപ്തിക്കെത്തിയപ്പോൾ സുരേഷിന്റെ കുടുംബം പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതോടെ വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കിടന്നാണ് പോലീസ് കുടുംബത്തെ വീടിന് പുറത്തെത്തിച്ചത്. ബഹ്റൈനിൽ ജോലി ചെയ്തിരുന്ന സുരേഷ് വർഷങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തുമ്പോൾ ബാങ്കിലെ കടബാധ്യത പലിശയടക്കം 40 ലക്ഷം രൂപയായിരുന്നു. SBI ബാങ്കിന്റെ വടക്കാഞ്ചേരി ശാഖയിൽ നിന്നായിരുന്നു ലോൺ എടുത്തിരുന്നത്. പലവിധ കൃഷികൾ നടത്തി നോക്കിയെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്ന് ബാധ്യത അവസാനിപ്പിക്കാൻ കാട്ടൂരിലുള്ള ഒരാൾക്ക് വീട് രജിസ്റ്റർ ചെയ്ത് നൽകി. ബാങ്കിലെ ബാധ്യത തീർത്തു. അയാളുടെ പേരിൽ 2 പേരും കൂടി 1,32 ലക്ഷം രൂപ വായ്പയെടുത്തു. ബാങ്കിലെ ലോൺ അടച്ചു തീരുമ്പോൾ സുരേഷിന് ആധാരം തിരിച്ചു നൽകാമെന്ന വ്യവസ്ഥയായിരുന്നു എന്ന് പറയുന്നു. താമസിച്ചിരുന്ന വീടിന്റെ ഉടമസ്ഥാവകാശം മാറിയതോടെ സുരേഷ് സുഹൃത്തിന് 1 ലക്ഷം രൂപ നൽകി 5 വർഷത്തേക്ക് വീടും മുൻവശത്തുള്ള കടമുറിയും ലീസിന് കൊടുത്തു. ലോണിന്റെ തിരിച്ചടവ് 1 വർഷം മുൻപ് മുടങ്ങിയതോടെ ബാങ്ക് ജപ്തി നടപടികൾ നടത്തിയത്. സുകുമാർ അഴീക്കോടിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സുകുമാർ അഴീക്കോട് സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ജയരാജ് വാര്യർ പ്രസംഗ മത്സരം ഉദ്ഘാടനം ചെയ്തു. നവഭാരത സൃഷ്ടിക്ക് ജനാധിപത്യ ശുദ്ധീകരണത്തിന്റെ അനിവാര്യത എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പ്രസംഗ മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു. സാമ്പത്തിക സംവരണം സവർണ സമുദായങ്ങൾക്ക് മാത്രമാക്കി മാറ്റിയെന്ന് അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് പറഞ്ഞു. മാള ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UPA സർക്കാർ തയ്യാറാക്കിയ EWS പാസാക്കിയത് NDA സർക്കാരാണെന്നും ആദ്യം നടപ്പാക്കിയത് കേരളത്തിലെ LDF സർക്കാരാണെന്നും സുരേഷ് പറഞ്ഞു. ട്രസ്റ്റ് ചെയർമാൻ PK സുധീഷ് ബാബു അധ്യക്ഷനായി. ഡോക്ടർ PK സാദിഖ്, PK സാബു, VS കരൺ സിംഗ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെന്റ് സമ്പൂർണ്ണ സംസ്ഥാന കൌൺസിൽ മീറ്റ് WPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തച്ഛൻ ഹാളിൽ നടന്ന കൌൺസിൽ മീറ്റിൽ ടീച്ചേഴ്സ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് CP രത്ന അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ഡോക്ടർ നിഷാദ്, AA കബീർ, ഹബീബ് മാലിക് തുടങ്ങിയവർ സംസാരിച്ചു.
ഗാനരചയിതാവും കേരള മാപ്പിള കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന PH അബ്ദുള്ള അനുസ്മരണ യോഗം നടത്തി. കേരള മാപ്പിള കലാ അക്കാദമി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകത്ത് നടത്തിയ അനുസ്മരണ യോഗം കേരള മാപ്പിള കലാ അക്കാദമി സംസ്ഥാന ഉപാധ്യക്ഷൻ ഫസൽ കൊടുവള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PS സീതി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൊച്ചിൻ ഷരീഫ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഷംസുദ്ദീൻ വാദിയടത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TP അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ ഒരു മീറ്റിംഗ് അപ്പൊ അതില് ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാട്ടൂരാക്കൽ യൂണിറ്റ് വാർഷികം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മുത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി VT ജോർജ്, VV സത്യമൂർത്തി, K വിശ്വനാഥൻ, TR ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. നോക്കിക്കാണുന്നവരാണ് നല്ല രീതിയിൽ KV അബ്ദുൾ ഹമീദ് ജനറൽ സെക്രട്ടറി. അപ്പൊ ഞങ്ങൾ 3 വോട്ടൊക്കെ പോണത് വാർഷികവും ഒപ്പം കുടുംബായും എത്തിയ വ്യാപാരി. കയ്പമംഗലം അഞ്ചിപ്പുര അയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമുടി മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സായന സദസ്സ് സംഘടിപ്പിച്ചു. മുൻ MLA KNA ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. ഉത്സവാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ KB ആത്മാനുജൻ അധ്യക്ഷത വഹിച്ചു. ദുബായ് KMCC കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടിനുള്ള തുക KMCC ഭാരവാഹി ജലീൽ ക്ഷേത്രം തന്ത്രി PV സന്തോഷ് ശാന്തിക്ക് കൈമാറി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 ഫുൾ A+ നേടിയ ചിത്രകാരി കൂടിയായ നമിതയെ കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ മെമ്മന്റോ നൽകി അനുമോദിച്ചു. ക്ഷേത്രം ട്രഷറർ KK സുരേഷ്, ജയരാജൻ പുളിയൻ പറമ്പിൽ, KM ഷാനീർ, PK സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ദൈവങ്ങളുണ്ട്, ദേവതകളും അവതാരങ്ങളും ഒക്കെയാണ് പറയുന്നത്. ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. ഏകം സത്ത് വിപ്ര ബഹുദാ വദന്തി. സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ആചാര്യന്മാർ അതിനെ പലതായി വ്യാഖ്യാനം. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് ശ്രീ അന്നപൂർണേശ്വരി അനന്തശയന ക്ഷേത്രത്തിലെ നവീകരണ കലശവും പ്രതിഷ്ഠാ ദിനാഘോഷവും ഭക്തി നിർഭരമായി 3 ദിവസങ്ങളായി നടന്ന ചടങ്ങുകൾക്ക് കിഴക്കഞ്ചേരി അണലക്കാട് ഇല്ലത്ത് തന്ത്രി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്നദാനം, പ്രതിഷ്ഠാ ദിന നവീകരണ കലശം, താലം വരവ് എന്നിവ നടന്നു. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. വൈകിട്ട് 6-ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രത്തിൽ പുതിയതായി സ്ഥാപിച്ച ധ്വജസ്തംഭ പ്രതിഷ്ഠ തിങ്കളാഴ്ച രാവിലെ 8:30 ആരംഭിക്കും. രാത്രിയിൽ കൊടിയേറ്റം നടക്കും. 15-ന് സർപ്പബലിയും, 8-ാം വിളക്ക് ദിവസമായി 16-ന് ഉത്സവബലിയും, 17-ന് പള്ളിവേട്ടയുമാണ്. 18-ന് വൈകിട്ട് ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം രാത്രിയിൽ ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ദിവസവും അന്നദാനം ഉണ്ടാകും. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം ഭാരവാഹികളായ ബാലൻ പാർനാട്ട, വിനോദ് കുമാർ അകമ്പടി, ശിവൻ കണിച്ചേടത്ത്, രാജു കലാനിലയം, ഹരി കൂടത്തിങ്കൽ, രാജേഷ് പെരുവഴിക്കാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിന് UGCയുടെ ഓട്ടോണമസ് പദവി ലഭിച്ചു. മികച്ച NAC അക്രഡിറ്റേഷൻ ലഭിക്കുന്ന കോളേജുകൾക്കാണ് ഓട്ടോണമസ് പദവി നൽകുന്നത്. 1980-ൽ ചാലക്കുടിയിൽ ഒരു വനിതാ കോളേജായി പ്രവർത്തനം ആരംഭിച്ച സേക്രഡ് ഹാർട്ട് കോളേജ് ചാലക്കുടിയുടെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയിരിക്കുന്നത്. പഠനത്തോടൊപ്പം കലാകായിക രംഗത്തും വൻകുതിപ്പാണ് കോളേജ് കൈവരിച്ചിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ പ്രിൻസി ആന്റോ, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ സന്തോഷ് പോൾ എന്നിവർ പറഞ്ഞു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിവന്നിരുന്ന സമ്മർ വോളിബോൾ, ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പുകൾ സമാപിച്ചു. ജൂനിയർ ഇന്ത്യൻ വോളിബോൾ കോച്ച് ബിജോയ് ബാബു സമാപന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് BK ജ്യോതി പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് P ശിവകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, MPTA പ്രസിഡന്റ് പ്രീതി നിജീഷ്, ദേശീയ കായിക താരം ബിജു മോഹൻ ബാബു എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറിയിൽ 100% വിജയം ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഹയർ സെക്കൻഡറി
സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ സിനിമാ സംവിധായകരായ PN മേനോൻ, ഭരതൻ, പത്മരാജൻ എന്നിവരുടെ അനുസ്മരണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജോസഫ് പുമല, KP മോഹൻദാസ്, മോഹനൻ ആവടപ്പറമ്പ് എന്നിവർ പങ്കെടുത്തു. ചേലക്കരയിലെ സുഭിക്ഷ ഹോട്ടൽ 2ാം വാർഷികത്തിന്റെ നിറവിൽ. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, വൈസ് പ്രസിഡന്റ് H ഷെലിൽ, വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനോജ്, സുഭിക്ഷ ഹോട്ടൽ മാനേജർ ഗിരീഷ് തുടങ്ങിയവർ വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുത്തു. ഇടം സാംസ്കാരിക വേദി വെള്ളർക്കാട് മേഖലയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ദ്വിദിന അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളർക്കാട് വിവേക സാഗരം സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് മുൻകുന്നംകുളം വിദ്യാഭ്യാസ ഓഫീസർ M സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ചെയർമാൻ സുവിത രഞ്ജിത അധ്യക്ഷയായി. PR ജയശ്രീ, ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ്, ക്യാമ്പ് കൺവീനർ അബ്ബാസ് വെള്ളർക്കാട് എന്നിവർ സംസാരിച്ചു. സംസ്കൃതാധ്യാപക ഫെഡറേഷൻ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ഗുരുവായൂരിൽ നടന്നു. നഗരസഭാ വായനശാല ഹാളിൽ നടന്ന ക്യാമ്പ് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് MB അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ, മുൻ സംസ്ഥാന സെക്രട്ടറി VP അരവിന്ദാക്ഷൻ എന്നിവർ ക്ലാസ് എടുത്തു. ജില്ലാ സെക്രട്ടറി NA അനുരാഗ്, VK രാജകൃഷ്ണൻ, M സുധീർ, CI സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. വടക്കോട്ട് ദർശനമുള്ള അപൂർവം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നായ കൊടകര അഴകം മഠത്തിൽ പഴമ്പള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം കളമെഴുത്തുപാട്ടും ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി IC അശ്വനി ദേവ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കളമെഴുത്തുപാട്ടിനും മേളത്തിനും പുല്ലൂർ സജു ചന്ദ്രനും സംഘവും നേതൃത്വം നൽകി. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 11ാമത് ദശാവതാരം ചന്ദനം ചാർത്ത മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തി ചുള്ളിമംഗലത്ത് മന വസുദേവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. അങ്കമാലി തോട്ടാമറ്റം നാരായണൻ നമ്പൂതിരി ഭഗവത് വിഗ്രഹത്തിൽ മത്സ്യാവതാരം ചന്ദനം ചാർത്തിയതോടെ ചന്ദനം ചാർത്ത മഹോത്സവത്തിന് തുടക്കമായി. അഖില ഭാരതീയ സത്സമിതി ദേശീയ സെക്രട്ടറി സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് സത്യൻ കുറുവത്ത് അധ്യക്ഷത വഹിച്ചു. വിഷച്ചെടിയാണെന്ന് സ്ഥിരീകരിച്ചതോടെ ദേശീയപാതയിൽ വർണ്ണമനോഹാരിത പകർന്നു നിൽക്കുന്ന അരളിച്ചെടികൾ നശിപ്പിക്കേണ്ടി വരുമോ എന്ന ആശങ്ക. അരളിച്ചെടികൾക്ക് പുറമെ ബോഗൻവില്ല, കണിക്കൊന്ന എന്നിവയും ദേശീയപാതയോരത്ത് ധാരാളമായുണ്ട്. അരളിച്ചെടിയുടെ ഗന്ധമേൽക്കുന്നത് പോലും ആപത്താണെന്ന വാർത്തകൾ പരക്കുന്നതോടെ ദേശീയപാതയിലെ അരളിച്ചെടികളുടെ നിലനിൽപ്പ് ചോദ്യചിഹ്നമാവുകയാണ്. ആമ്പല്ലൂർ വെണ്ടൂരിൽ വീട്ടുപറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. മഞ്ഞളി ജോൺസിന്റെ പറമ്പിൽ നിന്നാണ് 15 അടിയോളം നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ കണ്ട വീട്ടുകാർ വനപാലകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം എത്തി പാമ്പിനെ പിടികൂടി. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുക്കാട്ടുകര നായരങ്ങാടിയിൽ വീട്ടിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 പവൻ സ്വർണം കവർന്നു. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചരിഞ്ഞു. മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. പെരിങ്ങൽകുത്ത് വാച്ചുമരം ആദിവാസി കോളനിയിൽ നിന്നും കാണാതായ വയോധികയ്ക്കായി തിരച്ചിൽ 6ാം ദിവസവും തുടരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിറക് ശേഖരിക്കുന്നതിനായി വയോധിക ഉൾക്കാട്ടിലേക്ക് പോയത്. ഐന്തോളിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വടകര സ്വദേശി സിയാദാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് ആശുപത്രിയുടെ പ്രവേശന കവാടം തകർന്നു. തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി നാളെ ആഘോഷിക്കും. താലപ്പൊലിയോടനുബന്ധിച്ചുള്ള കാഴ്ചകളെയും സമയപ്രദർശനവും ഇന്ന്. ദേശീയപാത കുതിരാനിൽ 42 ഗ്രാം MDMA-യുമായി യുവാവിനെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും PG പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പൂത്തോൾ സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.